ില്ല പൊന്നാനിയിലേക്കും ആ സ്ഥിതി അങ്ങനെ നിൽക്കുന്നു. കൊല്ലത്ത് കനത്ത പോരാട്ടം എൻ കെ പ്രേമചന്ദ്രനും എം മുകേഷും ഒക്കെ കനത്ത പോരാട്ടം നടത്തിയതാണ്. പോസ്റ്റൽ വോട്ടുകൾ പോലെ 272 വോട്ടുകൾക്ക് കൊല്ലത്ത് LDF മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് ശക്തമായ മത്സരമായിരുന്നു. BJPക്കൊക്കെ സാധ്യത പറഞ്ഞിരുന്നതാണ്. അവിടെ 12 വോട്ടിന് LDF മുന്നിൽ നിൽക്കുന്നു. കണ്ണൂരിലെ അവസ്ഥകൾ ഇപ്പോൾ എന്താണെന്ന് നമുക്ക് വായിച്ചെടുക്കാം. കണ്ണൂരിൽ കെ സുധാകരൻ ലീഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കണ്ണൂരിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പിന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു മത്സരമാണ് കണ്ണൂർ. എം വി ജയരാജൻ ഗോൾ അടിക്കാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. കാരണം പല വിഷയങ്ങളിൽ കണ്ണൂരിൽ പ്രതിഫലിച്ചിരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റിൽ ഇപ്പോൾ കണ്ണൂരിൽ എം വി ജയരാജൻ മുന്നിട്ട് നിൽക്കുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ പിറകിലാണ് എന്ന ഒരു ഏറ്റവും സുപ്രധാനമായ വിവരം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരികയാണ്. പക്ഷേ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ ലീഡ് 2000-ൽ എത്തിയിരിക്കുന്നു. തീർച്ചയായും കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പ്രതിഫലിക്കുകയാണെങ്കിൽ KPCC അധ്യക്ഷൻ ഇത്തവണ കേരളത്തിൽ പരാജയം രചിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂരിൽ തീർച്ചയായും സുധാകരനും തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു തിരിച്ചടിയായി പോകുകയോ കോൺഗ്രസിന്? കണ്ണൂരിനെ സംബന്ധിച്ച് സുധാകരനെ സംബന്ധിച്ചൊക്കെ നമുക്കത് മൈക്കൊക്കെ മാറ്റി വെച്ച് നീ പറ ഞാൻ പറയുന്ന പറഞ്ഞ് മൈക്കൊക്കെ ഉന്തിക്കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വിളിച്ചു. അപ്പൊ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം കെ സുധാകരനെതിരായ ഒരു പടപ്പുറപ്പാട് കേരളത്തിലെ കോൺഗ്രസിനകത്തുണ്ട്. ആ പടപ്പുറപ്പാടിനകത്ത് കോൺഗ്രസിന്റെ പരമ്പരാഗത കലാപരിപാടിയായ കാലുവാരൽ നടന്നാൽ കണ്ണൂരിൽ ഒരു പക്ഷേ അത് കണ്ണൂർ മാത്രം നിൽക്കുമോ പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വിഭാഗം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നൊരു വാർത്ത നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഫിജി, ഏറ്റവും നിർണായകമാകുന്നത് LDFനെ സംബന്ധിച്ച് ഒന്നിൽ നിന്ന് എത്ര കൂടിയാലും അവർക്ക് നേട്ടമാണ്. കാരണം ഒന്നേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രെൻഡ്, പിന്നെ ദേശീയ തലത്തിലുള്ള പ്രത്യേകതകൾ, കോൺഗ്രസിന്റെ മേൽക്കൈ, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന അർത്ഥത്തിൽ 19-ൽ നിന്ന് എത്ര